നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ വിളിച്ചു നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് കാശിനെ പോലെ മാസ് ഇത്രയും കൊടൂരമായി ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൈ കിട്ടിയിട്ട് അയാളെ ഒരുമാതിരി എലിവാണം പോലെ ആക്കി വിട്ട്. അർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അവരാതം അല്ലാണ്ട് പറയുന്നത് ഓ സഹിക്കാമേ എങ്ങനെയെങ്കിലും തീർന്നാ. അസഹനീയം ഡയറക്ടറിന്റെ പണി അറിഞ്ഞൂടാ. കണ്ടന്റ് ഉണ്ട്, പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന വളരെ മോശമായിട്ടാണ്. ധനനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറാ ഞാൻ കണ്ടത്. ദുരഭിമാനവും ഇല്ല, ഇപ്പൊ അഭിമാനവും ഇല്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? അരി കിട്ടിക്കാനാണ് ഈ അപരാധം, ഈ കാട്ടപരാധം പടച്ചു വിട്ടത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹന സ്ത്രീ അറി കെട്ടിക്കാനാണ് നിങ്ങൾ ഇത്രയും കാശിറക്കി വിട്ടത്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. ഒറ്റയടിക്ക് 6 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്.